ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ ആദ്യമായിട്ടൊരു ഫോട്ടോ നമ്മുടെ ഷട്ടർ സ്പീഡും അപ്പർച്ചറും ISOയും ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഫോട്ടോ എടുക്കാം മാനുവലായി എന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. നിങ്ങൾക്ക് സെയിം ഫോട്ടോ തന്നെ ഓട്ടോ മോഡിൽ ഷൂട്ട് ചെയ്യാം. പക്ഷേ ഓട്ടോ മോഡിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്യാമറയാണ് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഷട്ടർ സ്പീഡ് വേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ അപ്പർച്ചർ വേണ്ടത്, അതുപോലെ എങ്ങനെയാണ് ISO സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ക്യാമറയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ചില മോഡുകളിൽ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോകളിൽ പറഞ്ഞ പോലെ മാനുവൽ മോഡിൽ പഠിക്കുക, അതിനുശേഷം കുറച്ചും കൂടെ ഈസി ഉള്ള മോഡുകളിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നൊരു ബാക്ക് ലൈറ്റ് ഫോട്ടോ ആണ് എടുക്കുന്നത്. ഒരു ചെറിയൊരു ടോയ് ആണ്. അപ്പോൾ ഈ ഫോട്ടോ ഞാൻ ജസ്റ്റ് ഒരു ടെറസിൽ വെച്ചിട്ട്, നമുക്കറിയാം ലോക്ക്ഡൗൺ ആണ്, ജസ്റ്റ് ഒരു ബാക്ക് ലൈറ്റ് ഫോട്ടോ എടുക്കുന്നു. ഓട്ടോ മോഡിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്താൽ ചിലപ്പോൾ മിക്കവാറും അണ്ടർ എക്സ്പോസ്ഡ് ആകാനാണ് സാധ്യത. കാരണം ബാക്ക് ലൈറ്റ് ഫോട്ടോ എടുക്കുമ്പോൾ സ്കൈക്ക് വേണ്ടി ചിലപ്പോൾ നമ്മുടെ ക്യാമറ എക്സ്പോസ് ചെയ്യും. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് അണ്ടർ എക്സ്പോസ്ഡ് ആയി പോകും. അല്ലെങ്കിൽ സബ്ജക്റ്റിന് വേണ്ടി ക്യാമറ സെലക്ട് ചെയ്ത് എടുത്താലും നിങ്ങൾക്ക് നല്ലൊരു സബ്ജക്റ്റ് കിട്ടും, പക്ഷേ സ്കൈ ഫുള്ള് വൈറ്റ് ആയി പോകും. അല്ലെങ്കിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യുവാണെങ്കിൽ രണ്ടിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് നല്ല ഒരു ഫോട്ടോ എടുക്കാൻ സാധിക്കും. അത്യാവശ്യം സബ്ജക്റ്റിൻ്റെ വിസിബിലിറ്റി, അത്യാവശ്യം സ്കൈയും കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഫോട്ടോ എടുക്കാം. പിന്നെ അതുപോലെ ഇത് റോയിൽ എടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് റൂമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റോ സോഫ്റ്റ്വെയറിൽ കുറച്ചും കൂടെ ഫോട്ടോ ബെറ്റർ ആക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ ഞാൻ കാണിക്കുന്ന ഷോട്ടുകളെല്ലാം എഡിറ്റ് ചെയ്യാത്ത ഫോട്ടോസാണ്, മീൻസ് JPEG ഫയൽസാണ്. റോ ഫോട്ടോ ജസ്റ്റ് അൺഎഡിറ്റഡ് ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. കാരണം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അണ്ടർ എക്സ്പോസ്ഡ് ആണെങ്കിലും നിങ്ങൾക്കത് കുറച്ചും കൂടെ ബെറ്റർ ആക്കി എടുക്കാം. ഓവർ എക്സ്പോസ്ഡ് ആണെങ്കിൽ കുറച്ചും കൂടെ എക്സ്പോഷർ ഡൗൺ ചെയ്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാം ഫോട്ടോ. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെയുള്ള 3 ഫോട്ടോസാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ആദ്യത്തെ ഫോട്ടോ അണ്ടർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫോട്ടോയാണ് സബ്ജക്റ്റ്. നമ്മളെ സബ്ജക്റ്റിന് വേണ്ടിയാണ് എക്സ്പോസ് ചെയ്യേണ്ടത്, നിങ്ങൾ മറക്കാതിരിക്കുക. അതുപോലെ ഈ ഒരു ബാക്ക് ലൈറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈറ്റ് മീറ്റർ കറക്റ്റ് ആയിരിക്കണമെന്നില്ല. ലൈറ്റ് മീറ്റർ ചിലപ്പോൾ ഞാൻ ആ ഓട്ടോ മോഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ സ്കൈക്ക് വേണ്ടി എക്സ്പോസ് ചെയ്യും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ ലൈറ്റ് മീറ്ററിൽ വിശ്വസിക്കാതെ നിങ്ങളുടെ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഫോട്ടോ എടുത്ത് നോക്കുക. അത് എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. കറക്റ്റ് എക്സ്പോഷറിൽ, അതായത് ലൈറ്റ് മീറ്റർ കാണിക്കുന്ന കറക്റ്റ് എക്സ്പോഷറിൽ വേണമെങ്കിൽ ഒരു ടെസ്റ്റ് ഫോട്ടോ എടുത്തതിന് ശേഷം ആ ഫോട്ടോ നോക്കുക, അതെങ്ങനെയാണ് നിങ്ങളുടെ സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. മാനുവൽ മോഡിൽ വേണ്ടത് ചെയ്യാനായിട്ട്. അപ്പോൾ സബ്ജക്റ്റ് ഓവർ എക്സ്പോസ്ഡ് ആണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പർച്ചർ അല്ലെങ്കിൽ ഷട്ടർ സ്പീഡ്. നമ്മൾക്ക് നോർമലി ചെയ്യാവുന്നൊരു കാര്യം ഞാൻ ചെയ്യുന്നത് ISO ഏറ്റവും മിനിമം കീപ്പ് ചെയ്യും തുടക്കത്തിൽ. അതിനുശേഷം നമ്മുടെ ഷട്ടർ സ്പീഡ്, നമ്മളിപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ബ്ലറുള്ള ഫോട്ടോയാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ അപ്പർച്ചർ ഏറ്റവും മിനിമം കീപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ISO സെറ്റ് ചെയ്തതിന് ശേഷം, ഏറ്റവും മിനിമം സെറ്റ് ചെയ്തതിന് ശേഷം അപ്പർച്ചർ നമുക്ക് വേണ്ട ഓപ്പണിങ്ങിൽ, ഇപ്പോൾ എൻ്റെ ഈ ലെൻസിലാണെങ്കിൽ 35mm ടാംബ്രോൺ ലെൻസ് അവർ പ്രൊവൈഡ് ചെയ്ത ലെൻസിലാണെങ്കിൽ നമുക്ക് f2.8 ഓപ്പണിംഗ് ആണ് കിട്ടുന്നത് മാക്സിമം. അപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലറിൽ ഞാൻ സെറ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ISOയും സെറ്റ് ചെയ്തു, അപ്പർച്ചർ സെറ്റ് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യുന്നത്. എല്ലാ കേസിലും ഇങ്ങനെയല്ല. നമുക്ക് എന്താണോ വേണ്ടത് നമ്മൾ ആദ്യം തീരുമാനിക്കുക. ഇപ്പോൾ ഒരു ഫാസ്റ്റ് മൂവിങ് സബ്ജക്റ്റിനെ ഫ്രീസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഷട്ടർ സ്പീഡാണ് സെറ്റ് ചെയ്യുന്നത്. അതിന് ശേഷം അപ്പർച്ചറും ISOയും അതിനെ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തു. അതുപോലെ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ അണ്ടർ എക്സ്പോസ്ഡ് ആയിട്ടും ഓവർ എക്സ്പോസ്ഡ് ആയിട്ടും കറക്റ്റ് എക്സ്പോഷർ എന്ന് എനിക്ക് തോന്നിയ എക്സ്പോഷറിൽ ഞാൻ എക്സ്പോസ് ചെയ്തു. അതുപോലെ ഞാനൊരു എക്സ്റ്റേണൽ ലൈറ്റ് മീറ്റർ യൂസ് ചെയ്തില്ല. നമ്മുടെ ഇപ്പോൾ സോണി ക്യാമറ ആയതുകൊണ്ട് പുറകിൽ നമുക്ക് കാണാം എങ്ങനെയാണ് നിങ്ങളുടെ ഫോട്ടോ വരുന്നത്. LCD സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണാം. ബാക്കിയുള്ള ക്യാമറകൾക്കും സെയിം ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് എക്സ്പോഷർ കിട്ടണമെങ്കിൽ ഈ ഓപ്ഷൻസ് യൂസ് ചെയ്യാം. ലൈവ് വ്യൂ മോഡ് യൂസ് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യാം. പിന്നെ ലൈവ് വ്യൂ മോഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, കനോണിൻ്റെ ലൈവ് വ്യൂ മോഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും. സോണിയുടെ ഓട്ടോ ഫോക്കസ് മോഡുകളും അത്ര മോശമല്ല. നിക്കോണിൻ്റെ ലൈവ് വ്യൂവിനെ കുറിച്ച് എനിക്ക് വലിയ ഇതില്ല, നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്കുണ്ട്. എക്സ്പോഷർ ലൈവ് വ്യൂവിൽ നോക്കി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. വ്യൂ ഫൈൻഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, സോണിയുടെ ആണെങ്കിൽ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സാധനം കിട്ടും. പക്ഷേ കനോൺ ആണെങ്കിൽ നമ്മുടെ ഗ്ലാസിൻ്റെ നോർമൽ, അതായത് DSLR ക്യാമറയുടെ ടൈപ്പ് വ്യൂ ഫൈൻഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു എക്സ്പോഷർ എന്താണെന്ന് നിങ്ങൾക്ക് വ്യൂ ഫൈൻഡറിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ബേസിക്കലി ബാക്ക് ലൈറ്റിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സിമിലർ ആയിട്ടുള്ള വേറെ സിറ്റുവേഷൻസ് കാണും. ഈ സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യേണ്ടി വരും എങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ എക്സ്പോഷർ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓവർ എക്സ്പോസ്ഡ് ആക്കാം, കുറച്ച് അണ്ടർ എക്സ്പോസ്ഡ് ആക്കാം. അതുപോലെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ കറക്റ്റ് എക്സ്പോഷർ ആക്കിയാലുള്ളൊരു അഡ്വാൻറ്റേജ്, നിങ്ങൾ റോ ഫയൽസ് എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു ഫ്രീഡം കിട്ടും. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡാർക്ക് ഏരിയയിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ കിട്ടും, ഹൈലൈറ്റ് ഏരിയയിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ കിട്ടും. അപ്പോൾ 3 ഷോട്ട്സ് ഞാൻ നിങ്ങളെ കാണിച്ചു. ഇതാണ് ഫൈനലി സെലക്റ്റഡ് ആയിട്ടുള്ള ഷോട്ട്. മീൻസ് കറക്റ്റ് എക്സ്പോഷർ എന്ന് നമുക്ക് തോന്നിയ ഷോട്ട്. ഇത് ലൈറ്റ് മീറ്ററിനെ
നോക്കിയുള്ള ഒരു ഷോട്ടല്ല. ഇത് ലൈറ്റ് മീറ്ററിനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് ലൈറ്റിന് വേണ്ടി ഷോട്ട് എടുക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ഈ 3 കാര്യങ്ങളും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ പുതിയ വീഡിയോ രീതിയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇന്ന കാര്യങ്ങളും കൂടെ ഫോട്ടോ എടുക്കുമ്പോൾ കാണിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ കാണിക്കുമ്പോൾ ബിഹൈൻഡ് ദ സീൻസ് കാണിക്കുമ്പോൾ കാണിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു നിങ്ങൾക്ക് തോന്നിയിരുന്നെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ അതിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.